റാഷിദാണോ? അക്ഷിതാമാമുണ്ട്. ആ, ഓക്കെ. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമ്മൾ ട്രാൻസ്പയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ 10th സെഷനാണ്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് സെഷൻ. നമസ്കാരം മനോജ് സർ, താങ്ക് യു ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വന്നതിന് വളരെ നന്ദി. ട്രാൻസ്പയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 15ഓളം വരുന്ന പ്രൊഫഷണൽസ് ആണ് ഞങ്ങൾ ഇവിടെ ഉള്ള ട്രെയിനേഴ്സ്. ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ട്രാൻസ്പയർ. ഇവിടെ ഈ ഒരു 10th സെഷനിൽ ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചേക്കുന്ന മനോജ് സാറിനെ സ്വീകരിക്കാനായിട്ട് ഇന്നത്തെ മോഡറേറ്റർ ഡോക്ടർ റാഷിദ ഫൈസൽ മാമിനെ സ്വീകരിക്കുകയാണ് ഇങ്ങോട്ട്. മാം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. മലപ്പുറം സ്വദേശിയായ മാമിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. റാഷിദ മാം, പ്ലീസ്. ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കാവോ? ഗുഡ് ഈവനിങ്. കേൾക്കാം. കേൾക്കാം. ഗുഡ് ഈവനിങ് മാം. അപ്പോൾ നമ്മളെ ജേക്കബ് സാറ് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് എന്താണ് പ്രത്യേകത എന്ന് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേക ഒരു ദിനമാണ് അല്ലേ? നമ്മളെ അനുഭവവും നമുക്കൊരു പ്രത്യേക ഗസ്റ്റ് ഒക്കെ വന്ന ഒരു പ്രചോദനവും ഒരുമിച്ച് പങ്കുവെച്ച് നമ്മളെ ആളുകളുടെ ജീവിതത്തില് നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മികച്ച വ്യക്തിയാണ് നമ്മുടെ സ്പെഷ്യൽ. വോള്യം കുറവാണ്, സൗണ്ട് ശരിക്ക് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സോറി, ഡിസ്റ്റർബ് ആയി. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഗ്രൂപ്പിന് ഒരു പ്രത്യേക ദിവസമാണ് അല്ലേ? നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വരുന്ന നമ്മുടെ ഒരു പ്രത്യേക ഒരു കടമ്പയാണ്. കാരണം നമ്മൾ ഇതുവരെ ട്രാൻസ്പയർ ഗ്രൂപ്പിന്റെ ഏറ്റവും നല്ലൊരു ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളും പ്രചോദനങ്ങളും ഒക്കെ ഒരുമിച്ച് പങ്കുവെച്ച് നമ്മൾ നിരവധി ആളുകളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു മികച്ച വ്യക്തിയാണ് നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. നമുക്ക് ഏറെ പരിചിതനായ ഒരു മോർണിംഗ് കോഫി ടോക്കിലേക്ക് ഡയറക്ടറാണ്. കേട്ടിട്ടുണ്ടാവില്ലേ? മോർണിംഗ് ടോക്കിലെ ഡയറക്ടറായിട്ടും അതുപോലെ JCIയിലെ തൃപ്രയാറിന്റെ സജീവ അംഗമായി നമ്മുടെ മനോജ് സാർ, കുന്നത്ത് സാറിനെ നമുക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാം. സാറിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് വാക്കുകളുണ്ട്. പഠനവും പരിശീലനവും വെറും വിവരങ്ങൾ കൈമാറുന്നതല്ല സാറിന്റെ ഓരോ ജീവിതത്തിലെ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിച്ച് കാണിക്കുന്നത്. നമ്മുടെ സാറ് ഓരോ പഠനവും നമുക്ക് കാര്യമായിട്ടാണ് നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി തരും. തന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് സാർ തെളിയിച്ചു കണ്ടിട്ടിരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ 2018 സ്പീഡ്സിൽ നിന്നും ഒരു ബിരുദവും IT നിന്നും ITI ഡിപ്ലോമയും സാർ നേടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും വളരെ ഒരു എഫക്റ്റ് ആണ്. 2024 JCI ഇന്ത്യൻ സോൺസ് ഡബ്ലറ്റ് സർട്ടിഫൈഡ് സോൺ ട്രെയിനർ ആയിട്ടും നമ്മളെ സാറ് ലീഡർഷിപ്പ് മേഖലയിൽ ഒരു അവസരം സമൂഹത്തിനായിട്ട് നമുക്ക് ചെലവഴിച്ചു തന്നിട്ടുണ്ട്. JCIക്ക് പുറമെ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഉൾപ്പെടെ അങ്ങനെ വിവിധ തരം പല സാമൂഹിക സംഘടനകളിലും സാറ് സജീവമായിട്ടാണ് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഡിസ്ട്രിക്ട് അവരുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിട്ടും സാറ് നമുക്ക് ഏറെ അഭിമാനകരമാണ്. നമ്മുടെ ഗസ്റ്റാണ്, നമുക്ക് ഏറ്റവും നല്ല അഭിമാനമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പല സാങ്കേതിക വിദ്യയിലും സാർ പല കഴിവുകളും തെളിയിച്ചിട്ടുണ്ട്. യാത്ര വലിയ ഇഷ്ടപ്പെടുന്ന യാത്രയോട് ഭയങ്കര ബഹുമാനം, ഭയങ്കര ഇഷ്ടമാണ് ആള്. യാത്ര സഞ്ചാരിയും കൂടിയാണ് നമ്മുടെ സാറ്. അഭിരുചി അതുപോലെ ഓരോ കാര്യങ്ങളിലൂടെയും അഭിരുചി പ്രകടിപ്പിച്ചു, അതായത് പിന്തുടർന്നു ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നിരന്തരം തന്റെ കഴിവുകൾ പല രീതിയിലും മെച്ചപ്പെടുത്തി കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും പുറമെ ഒരു സമർപ്പിത കുടുംബ സ്നേഹിയുമാണ്. തന്റെ ലക്ഷ്യങ്ങൾ വിലപ്പെട്ട സമയത്തിനുള്ളിൽ കുടുംബ ഫാമിലിയുമായിട്ട് സന്തുലിതമാക്കുന്നതിൽ സാർ വളരെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇന്ന് സമൂഹവും ഏറെ പറയപ്പെടുന്ന ഒരു ലഹരി വിരുദ്ധ ഒരു നിമിഷത്തിന്
നേരെ കൗതുകം, ഒരു ജീവിതത്തിന്റെ അവസാനിക്കുന്ന ഒരു നിമിഷത്തിന്റെ കൗതുകം, നമ്മുടെ ജീവിതം നഷ്ടമാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം ആ ഒരു ലഹരി വിഷയത്തെക്കുറിച്ചും സാറിൽ നിന്നും നമുക്ക് നല്ലൊരു സെഷൻ ക്ലാസ് കിട്ടട്ടെ. അതിനായി നമ്മളെ ട്രാൻസ്ഫർ കുടുംബത്തിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ ബഹുമാനത്തോടെയും അഭിമാനത്തോടെയും സാറിനെ സന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് ടു ഓൾ. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ, കേൾക്കാം. സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ഇൻട്രഡക്ഷൻ ആയിരുന്നു ഡോക്ടർ റഷീദ മാം ഇവിടെ ചെയ്തത്. കാരണം എല്ലാവർക്കും, ഒരാൾക്കും ഇതിൽ തന്നെ അറിയുന്നവരില്ലാന്ന് തോന്നുന്നു. തോമസ് സാറിന് ഈ ഒരു ദിവസത്തെ പരിചയം, അബ്ദുൾ റസാഖ് സാറിനും അബ്ദുൾ റൌഫ് സാറിനും എന്നെ അറിയാം. പിന്നെ അത് കൂടാതെ അംബിക മാം ഉണ്ട്. കുറച്ചു പേരൊക്കെ എനിക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ട് ഇതിൽ. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞോട്ടെ. കഥ കേൾക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങളൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണം. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ക്ലിയർ ആണ്. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. ഒരു പക്ഷെ ഈ കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഒരാളെങ്കിലും കേൾക്കാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. കേട്ടവരൊക്കെ വീണ്ടും കേൾക്കുക. ചില സിനിമകളൊക്കെ നമ്മൾ 2 തവണ ഒക്കെ കേട്ടിട്ട് കാണാറുണ്ടല്ലോ, 3 തവണ കാണും. ദൃശ്യം ഞാൻ 2 തവണ കണ്ടു, വാഴ 2 തവണ കണ്ടു. അതുപോലെ കേൾക്കാത്തവര് ഒരു തവണ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരിക്കൽ ഒരു കർഷകൻ, ആ വീട്ടില് ഭയങ്കര എലിശല്യാണ്. എലികളെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് നടന്ന കഥയൊന്നും അല്ല കേട്ടോ, അത് കുറെ മുമ്പ് നടന്ന ഒരു കഥയാണ്. എലികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എലിപ്പെട്ടി അല്ലെങ്കിൽ എലിക്കെണി വാങ്ങിച്ചു കൊണ്ടുവന്നു. എലിക്കെണി വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോ ഇത് കണ്ടപ്പോ എലി ആകെ പേടിച്ചു. വീട്ടിൽ 1-2 എലികളൊക്കെ ഉണ്ടായിരുന്നു. എലി ആകെ പേടിച്ചിട്ട് സഹായത്തിനായിട്ട് പുറത്ത് ചെന്നിട്ട് ഒരു കോഴിയെ കണ്ട് ചോദിച്ചു, കോഴി, ഇങ്ങനെ ഒരു എലിപ്പെട്ടി വാങ്ങിയിട്ടുണ്ട് എൻ്റെ വീട്ടുകാരൻ, യജമാനൻ അല്ലെങ്കിൽ ഗൃഹനാഥൻ. എനിക്ക് പേടിയാവുന്നത് എന്നെ പിടിക്കാനും എന്നെ കൊല്ലാനുള്ളൊരു പുറപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഈ എലി പറഞ്ഞു. അപ്പൊ കോഴി പറഞ്ഞു, ചിരിച്ചിട്ട് കോഴി പറയാണ്, അതിനെനിക്കെന്താ, എലികൾക്കുള്ളതല്ലേ, അത് എന്നെ ഒരിക്കലും ബാധിക്കില്ലല്ലോ. അപ്പൊ നിരാശനായ എലി ആടിനോടും പശുവിനോടൊക്കെ സഹായം ചോദിച്ചു. അവരെല്ലാം ഇതേ മറുപടി തന്നെയാണ് നൽകിയത്. അതൊക്കെ നിന്റെ പ്രശ്നമല്ലേ, ഞങ്ങളൊന്നും അത് ഒരിക്കലും ബാധിക്കില്ല. അന്ന് രാത്രി ആ എലിക്കെണിയിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ഇരുട്ടിൽ കർഷകന്റെ ഭാര്യ ചെന്ന് നോക്കിയപ്പോൾ കെണിയിൽ കുടുങ്ങിയതൊരു വിഷപ്പാമ്പായിരുന്നു. പെട്ടെന്ന് പാമ്പ് കർഷകന്റെ ഭാര്യയെ കടിച്ചു. അവൾക്ക് കഠിനമായ പനി ബാധിച്ചു. പണ്ട് കാലത്തല്ലേ ഇതുപോലത്തെ സിസ്റ്റം അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ആംബുലൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് സാധാരണ അവർ ആശ്രയിക്കുന്നത് നാട്ടുവൈദ്യന്മാരെയാണ്. നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി. നാട്ടുവൈദ്യൻ പറഞ്ഞു, ഇപ്പൊ തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് ഒരു കോഴിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക. പണ്ട് കാലത്ത്, അതായത് 50, 55, 60 വയസ്സായവർക്ക് അറിയാം കോഴിക്കഞ്ഞി എന്താണെന്ന്. പല വിഷവൈദ്യന്മാരും ചികിത്സക്ക് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. കോഴിയെ കൊന്നു, എന്നിട്ടും അസുഖം മാറിയില്ല. ഈ വിവരം അറിഞ്ഞ് അതിഥികളൊക്കെ അവരുടെ വീട്ടുകളിലേക്ക് എല്ലാ ദിവസവും വന്നു തുടങ്ങി. അതിഥികൾക്ക് ഭക്ഷണം നൽകാനായി കർഷകൻ എന്ത് ചെയ്തു? ആടിനെ വെട്ടി. പക്ഷെ വിഷമേറ്റ് ഭാര്യ മരണപ്പെട്ടു. ശവസംസ്കാര ചടങ്ങുകൾക്ക് എത്തിയ നാട്ടുകാർക്ക് സദ്യ ഒരുക്കാൻ കർഷകൻ തന്റെ പശുവിനെയും അറുത്തു. തന്റെ കൂട്ടുകാരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി മരിക്കുന്നത് കണ്ട് എലി ആകെ സങ്കടപ്പെട്ടു. മറ്റുള്ളവരുടെ പ്രശ്നം നമ്മളെ ബാധിക്കില്ല എന്ന് കരുതിയ എല്ലാവരും ഒടുവിൽ ഇല്ലാതായി. സമൂഹത്തിൽ മറ്റൊരാൾ അനുഭവിക്കുന്ന പ്രശ്നം നമ്മളെ ബാധിക്കില്ല എന്ന് കരുതി മാറി നിൽക്കരുത്. ഇതാണ് ഈ ഒരു കഥയിലൂടെ ഞാൻ തരുന്ന മെസ്സേജ്. ഇന്ന് അവർ നേരിടുന്ന ആപത്ത് നാളെ നമ്മളിലേക്കും എത്തിപ്പെട്ടേക്കാം. അവയർനെസ് ടു ആക്ഷൻ.
ഫോർ എ സബ്സ്റ്റൻസ് ഫ്രീ ലൈഫ്. എല്ലാവർക്കും നമസ്കാരം. ലഹരി വിമുക്ത ജീവിതം അവബോധത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് എന്ന ഈ ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ചിന്തകളെ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ശക്തമായ ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നതാണ് ഈ 40 മിനിറ്റ് സെഷൻ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഒരു ലഹരി വിരുദ്ധ സന്ദേശം കേൾക്കുക എന്നതിനപ്പുറം അത് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ലഹരിയുടെ കെണിയിൽപ്പെടാതെ നമ്മുടെ സ്വപ്നങ്ങളെയും ഭാവിയെയും എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമുക്ക് ഈ സെഷനിലൂടെ മനസ്സിലാക്കാം. എല്ലാവരും ഈ ചർച്ചയിലേക്ക് എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡിങ് സബ്സ്റ്റൻസ് അബ്യൂസ്. ലഹരി ഉപയോഗം എന്താണ്? എന്താണ് ലഹരി ഉപയോഗം? ആർക്കെങ്കിലും പറയാമോ? എന്താണ് ലഹരി ഉപയോഗം? എന്താണ് നമ്മൾ ലഹരി എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? അംബിക മാം. ഞാൻ പേരെടുത്ത് പറയുന്ന അംബിക മാമിനെ എനിക്ക് നന്നായിട്ട് അറിയാതുകൊണ്ടാണ് കേട്ടോ. നമ്മള് എന്തിനെങ്കിലും ഒന്നിന് അഡിക്ഷൻ ആയിട്ട് മാറുക, അടിമപ്പെട്ടു പോവുക. അതെ, ഗാലക്സി എത്ര 37 ഷാഹിദ ടീച്ചറാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ഷാഹിദ ടീച്ചർ. എന്തിനെങ്കിലും അടിമപ്പെട്ടു പോകുക, അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും സാമൂഹിക ജീവിതത്തിനും ദോഷകരമായ വസ്തുക്കളോ ശീലങ്ങളോ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ലഹരി ഉപയോഗം. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാവാം, മനസ്സിനും സാമൂഹിക ജീവിതത്തിനും ദോഷകരമായതാവാം. ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ലഹരി ഉപയോഗം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. ലഹരി എന്നത് മയക്കുമരുന്ന് മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മയക്കുമരുന്ന് മാത്രമാണോ ടീച്ചറെ ലഹരി എന്ന് പറയുന്നത്? പിന്നെ റീഡിങ് ആവാം, സ്ലീപ്പിംഗ് ആവാം, അല്ലെങ്കിൽ ഹോബീസ് ആവാം, നല്ലതാവാം, ചീത്തയാവാം. തീർച്ചയായിട്ടും റീഡിങ് അത് ആവശ്യത്തിൽ കൂടുതലായാലും അതൊരു ലഹരി. അതെ, ബിഹേവിയറൽ അഡിക്ഷൻസ് ആണ് അത്. ഈ ഇതുപോലുള്ള പെരുമാറ്റ ലഹരികൾ എന്നൊക്കെ പറയും. മദ്യം, ആൽക്കഹോൾ ഒരു വല്ലാത്തൊരു ലഹരിയാണ്. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ആൽക്കഹോൾ അതിന് അഡിക്റ്റ് ആയിട്ട് ഉണ്ടെന്നാണ് പഠനം കാണിക്കുന്നത്. കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെന്റ് ബിവറേജിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. ആദ്യമൊക്കെ സ്കൂളിന്റെ അടുത്ത് മദ്യ വിൽപ്പനശാല പാടില്ല എന്ന് പറയെങ്കിലും വളരെ ലൂപ്പ് ഹോളൊക്കെ വെച്ചിട്ട് സ്കൂളിന്റെ അടുത്ത് വേറെ വഴികളൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ ഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ മദ്യം അല്ലെങ്കിൽ ആൽക്കഹോൾ വളരെ വലിയൊരു ലഹരി തന്നെയാണ്. അതുകൂടാതെ പുകയില ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോ? സിഗരറ്റ്, ബീഡി, പാൻ മസാല, ഗുക്ക. ഈ സിഗരറ്റിലൊക്കെ ഉള്ള ലഹരി അല്ലെങ്കിൽ കെമിക്കൽസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? സിഗരറ്റില് നിക്കോട്ടിനാണോ സാറേ? നിക്കോട്ടിനുണ്ട്. ടാർ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ അതിലുണ്ട്. അത് ലങ്സിന്റെ ഒക്കെ ലെയറിലൊക്കെ ബാധിച്ച് വളരെ അധികം തിക്കായി കിടന്നിട്ട് ശ്വാസകോശങ്ങൾക്കൊക്കെ വളരെയധികം രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ടാർ. അതുപോലെ നിക്കോട്ടിൻ. പിന്നെ മയക്കുമരുന്നുകളുണ്ട്, ഡ്രഗ്സ്. അതൊക്കെ എന്തൊക്കെയാണ് മയക്കുമരുന്നുകൾ? ഏതൊക്കെയാണ്? MDMA കേൾക്കുന്നുണ്ടല്ലോ, MDMA, അതായത് മെത്തിലിൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്ന MDMA. പിന്നെ LSD ഉണ്ട്. പിന്നെ യെസ്, അതെ, കഞ്ചാവ്, MDMA, LSD, ഹെറോയിൻ, ഇതുപോലുള്ള കുറെ ചരസ്, ഹഷീഷ്, പിന്നെ ബ്രൗൺ ഷുഗർ. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പെരുമാറ്റപരമായ ലഹരികൾ, അതൊക്കെ എന്താ? ഒന്ന്, മൊബൈൽ ഫോണിന്റെ അധികമായിട്ടുള്ള ഉപയോഗം ഒരു ലഹരി തന്നെയാണ്. എപ്പോ നോക്കിയാലും ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കുറച്ച് സമയം കണ്ടെത്തുന്ന ആൾക്കാരാണ് നമ്മളിപ്പോ പലരും. ഭക്ഷണം കഴിക്കുന്ന സമയത്തും ചിലപ്പോ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആവാം. എന്തായാലും ഇതിനൊക്കെ ഒരു കൺട്രോൾ വെച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം ലഹരിയായിട്ട് നമ്മളെ ബാധിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് നമ്മൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഗെയിം 15 ലക്ഷം നഷ്ടം, അല്ലെങ്കിൽ 25 ലക്ഷം വീട്ടിൽ പോയി, അല്ലെങ്കിൽ 6 ലക്ഷം വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി. ഓൺലൈൻ ഗെയിമിനായിട്ട് കുട്ടികൾ അതിനും കട്ടെടുത്തിട്ട് ഉപയോഗിക്കും. അതിനുശേഷം എൻ്റെ നാട്ടിൽ തന്നെ കുറെ ഉദാഹരണങ്ങളുണ്ട്. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ഇതിന്റെ
ഏകദേശം 4 ലക്ഷത്തോളം അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് അടിച്ചു മാറ്റി ഓൺലൈൻ ഗെയിമിൽ അഡിക്റ്റ് ആയിട്ട് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം എന്റെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇമ്പാക്ട്സ് ഓൺ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയാ ടീച്ചർമാരൊക്കെ ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണ് ഇതിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്? ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും ഈ ഡ്രഗ്സ്. ബ്രെയിൻ ഫങ്ഷൻസ് നോർമൽ ആയിട്ടുള്ള ബുദ്ധിയെ ബാധിക്കും, മെന്റൽ ഫങ്ഷനെ ബാധിക്കും. മെന്റലി ആയിട്ട് ഒരു സമൂഹത്തിൽ നിന്നും എല്ലായിടത്തു നിന്നും അവര് ഒറ്റപ്പെടും. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലായിടത്തു നിന്നും അവര് ഒറ്റപ്പെടും. യെസ്, പറയുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്. എല്ലാം ശാരീരികവും മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്ന് അവയവങ്ങളുടെ തകരാറ്, അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന തകരാറ്. ലഹരി ഉപയോഗം കരൾ, ഹാർട്ട്, ബ്രെയിൻ, ലങ്സ് എന്നിവയെ ഗുരുതരമായി ബാധിക്കും. അത് കൂടാതെ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. എന്റെ വീടിന്റെ അടുത്ത് ഞാൻ ഈ ഒരു സെഷൻ അബ്ദുൾ റസാഖ് സാർ പറഞ്ഞപ്പോ കുറെ പ്രിപ്പറേഷൻ എനിക്ക് അധികം ദൂരത്തൊന്നും പോകേണ്ടി വന്നില്ല. എന്റെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇതിനെല്ലാം ഉദാഹരണങ്ങൾ എന്റെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതെന്തത് ലഹരിക്ക് അടിമപ്പെട്ട ഒരു നാടാണോ എന്ന് ചോദിക്കും. തൃശ്ശൂരാണ് എന്റെ വീട്, തൃപ്രയാറാണ്. തൃപ്രയാർ പ്രദേശങ്ങളിലൊക്കെ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതിൽ കൂടുതലായിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ വളരെയധികം സന്നദ്ധ സേവന സംഘടനകളൊക്കെ വളരെയധികം ആക്റ്റീവായിട്ട് ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇൻഫോർമേഷനൊക്കെ അപ്പൊ തന്നെ പോലീസിലേക്കൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. എന്നാലും വേണ്ടത്ര രീതിയിൽ എഫക്റ്റീവായിട്ട് ഇവരൊന്നും പിടിക്കാനോ, ആ സമയത്ത് ഒരു കുറച്ച് കഞ്ചാവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിടിക്കും എന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത്, എന്റെ വീടിന്റെ അടുത്തുള്ള ആരും ഇതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പറയണ ഒരു കട നടത്തുന്നുണ്ട് ഒരു ചേച്ചിയും ചേട്ടനും കൂടെ. ഈ ചേച്ചിയൊക്കെ ഈ തമ്പാക്കു എന്ന് പറഞ്ഞ ഹാൻഡ്സ്, അതായത് ചുണ്ടിനിടയിൽ വെക്കുന്ന ഒരു സാധനം സ്ഥിരം കച്ചവടം ചെയ്യും. അത് ഏകദേശം 10 രൂപയ്ക്കാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവർ വിൽക്കുന്നത് 60 രൂപയ്ക്കാണ്. ഒരു ചെറിയ കൊച്ചു പാക്കറ്റ് കിട്ടുന്നത് 10 രൂപയ്ക്കാണ് ഇവർക്ക്. ഇവർ വിൽക്കുന്നത് 60 രൂപയ്ക്കാണ്. ഏകദേശം ഒരു ദിവസം 50-100 പാക്കറ്റുകൾ വിൽക്കും. ഇവിടെ ഓടിച്ചെന്ന് നമ്മൾ പരിചയമില്ലാത്തവർക്കൊന്നും ഇത് കൊടുക്കില്ല. അവർക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് സാർ. സ്ഥിരം കസ്റ്റമേഴ്സിന് മാത്രമേ അവർ കൊടുക്കുള്ളൂ. ഈ പെണ്ണ് ഇതെവിടെ വെക്കുന്നു എന്നും നമുക്ക് ആർക്കും അറിയില്ല. പോലീസിനെ ഞങ്ങൾ പലതവണ ഇൻഫോം ചെയ്യും, പോലീസ് വരും, പെട്ടെന്നൊന്നും അവരെ പിടിക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരു ദിവസം ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ പെണ്ണിന് ഒരു ഫോൺ വരുന്നത്. ചേച്ചിയെ, എനിക്കൊരു 10 പാക്കറ്റ് തമ്പാക്കു വേണം. അപ്പോഴാ പെണ്ണ് പറയണേ, ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, ഞാനൊന്ന് വീട്ടിലേക്ക് എത്തട്ടെ എന്ന് പെണ്ണ് പറയാണ് വനിതാ പോലീസിന്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പൊ അത്രയും ധൈര്യത്തിൽ ഇതൊക്കെ കച്ചവടം ചെയ്യാൻ അവർക്കൊക്കെ ഒരു മടിയില്ല. എത്ര കുടുംബാംഗങ്ങൾ അനാഥമാവുന്നു, അല്ലെങ്കിൽ പട്ടിണി എടുക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ദുരുപയോഗം തടയാൻ ഈ പഞ്ചായത്തും മറ്റുള്ള ഭരണാധികാരികളൊക്കെ ശ്രമിക്കുമ്പോഴും നമ്മളുടെ കണ്ണിന് മുമ്പിൽ തന്നെ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊക്കെ വളരെ ദുഃഖമുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് മാനസിക രോഗങ്ങളാണ്. കടുത്ത വിഷാദത്തിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും കൊണ്ടുപോകും. ഡിപ്രഷൻ, അതുകൂടാതെ ആൻസൈറ്റി, അത് മാത്രമല്ല ഈ ഭ്രാന്തമായിട്ടുള്ള കുറെ ചിന്തകൾ, സൈക്കോസിസ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, അതുകൂടാതെ ഒരു ആസക്തി, അഡിക്ഷനിലേക്ക് ഇത് നമ്മളെ കൊണ്ടുപോകും. ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് വ്യക്തി മാറുകയും സ്വയം നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് ഉപയോഗിക്കുന്നവരെ കൊണ്ടുപോകും. മാത്രമല്ല വിദ്യാഭ്യാസത്തെയും കരിയറിനെയും ബാധിക്കുന്നു. അതാണ് ഏറ്റവും പ്രശ്നം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പാവപ്പെട്ട ഒരു കർഷകന്റെ മകൻ അർജുൻ, അവൻ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അച്ഛനമ്മമാരുടെ വലിയ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും അവനെ നഗരത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിച്ചു. ആദ്യ സെമസ്റ്ററിൽ കോളേജിൽ ഒന്നാമതെത്തിയ അർജുനൻ ആ കുടുംബത്തിന്റെ തന്നെ പ്രതീക്ഷയായി മാറി. എന്നാൽ 2ാം വർഷം പുതിയ ചില കൂട്ടുകെട്ടുകൾ അവന്റെ ജീവിതം മാറ്റിമറിച്ചു. വെറും ഒരു തമാശയ്ക്ക് തുടങ്ങിയ മദ്യപാനവും മയക്കുമരുന്നും അവനെ വേഗത്തിൽ അടിമയാക്കി. മെല്ലെ മെല്ലെ അവൻ പഠനത്തിനുള്ള ശ്രദ്ധയൊക്കെ നഷ്ടപ്പെട്ടു. ക്ലാസ്സിലൊക്കെ കയറാണ്ടായി. പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു. ലഹരി വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോൾ അവൻ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാനും മടിച്ചില്ല. ഒടുവിൽ ലഹരി മരുന്ന് കൈവശം വെച്ചതിന് പോലീസ് അവനെ ക്യാമ്പസിൽ വെച്ച് അറസ്റ്റ് ചെയ്തു.
കോളേജ് അധികൃതർ അവനെ സ്ഥിരമായി പുറത്താക്കി. അവൻ ഡ്രോപ്ഡ് ഔട്ട് എന്ന കാറ്റഗറിയിലേക്ക് പോയി. അതോടെ അവന്റെ കരിയറും സ്വപ്നങ്ങളും കരിഞ്ഞുപോയി. മകന്റെ ഈ തകർച്ചയും അപമാനവും താങ്ങാനാവാതെ അർജുനന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചു. ലഹരിയുടെ ലഹരി വിട്ടുണർന്ന അർജുനൻ കണ്ടത് അച്ഛന്റെ ജീവനറ്റ ശരീരമാണ്. ലഹരി നൽകിയ താൽക്കാലിക സന്തോഷം അവനിൽ നിന്ന് കവർന്നെടുത്തത് അവന്റെ വിദ്യാഭ്യാസവും ഭാവിയും മാത്രമല്ല, അവനെ പ്രാണനെ പോലെ സ്നേഹിച്ച അച്ഛനെ കൂടിയായിരുന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ വസന്തവുമാണ് ലഹരി അവനെ അന്ന് കവർന്നെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഈ ലഹരിയുടെ ഉപയോഗം പഠന നിലവാരം തകരുക മാത്രമല്ല, അവനെ അച്ചടക്ക നടപടികൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള കാരണങ്ങളായി ആക്കി മാറ്റി. ജോലി നഷ്ടപ്പെടുക, ലഹരി ഉപയോഗം മൂലം ജോലിയിലെ കേൾക്കുന്നില്ലല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഒന്ന് കട്ടായെന്ന് തോന്നുന്നു. അതെ അതെ ഓക്കെ. മ്യൂട്ടാണ് സാറേ. ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ. എന്തോ ഒരു സിഗ്നൽസ്, അതിന്റെ എന്തോ ഒരു പ്രശ്നമാണ്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയിലേക്ക് ഇത് പോവുകയാണ് ലഹരിയുടെ ഉപയോഗം. ഡാമേജ് ടു ഫാമിലി റിലേഷൻഷിപ്പ്. ജസ്റ്റ് കുടുംബ ബന്ധങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവുക? എന്തൊക്കെയാണ് ഷാഹിദ ടീച്ചറെ, ലഹരി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ സാധ്യത? എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞ. കുടുംബ ബന്ധങ്ങൾ പതിയെ പെട്ടെന്നൊന്നും പ്രശ്നങ്ങൾ വരൂല, പക്ഷെ പതിയെ പതിയെ കുടുംബ ബന്ധങ്ങളില് ഇല്ലാണ്ടായിട്ട് മാറും. അച്ഛനാരെ അമ്മമാരെന്നറിയത് സാറ് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും, അതെ. എല്ലാ ദിവസവും വഴക്കുകളായിരിക്കും, ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഗൃഹനാഥൻ വീട്ടിലേക്ക് വരുന്നു, എല്ലാവരും ഗൃഹനാഥന്മാരെ വീട്ടിലേക്ക് 4 മണിക്കോ 5 മണിക്കോ ചായയുമായിട്ട് കാത്തിരിക്കുമ്പോ ഈ പഹയനൊന്ന് വരാണ്ടിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ അല്ലെ? വഴക്കും സമാധാനക്കേടും തന്നെ എല്ലാ ദിവസവും നിരന്തരം കലഹങ്ങൾ തന്നെ ആയിരിക്കും. അത് കൂടാണ്ട് മാതാപിതാക്കളുടെയും പങ്കാളികളുടെയും കുട്ടികളുടെയും സമാധാനം നശിപ്പിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, വിശ്വാസ്യത നഷ്ടപ്പെടും. പലപ്പോഴും നമുക്ക് നുണ പറയേണ്ട ഒരു ശീലം വരും പല കാര്യങ്ങൾക്കും. ഇപ്പോ മദ്യപിച്ച് വന്നാൽ തന്നെ ഓവറായിട്ട് മദ്യപിച്ചാൽ പറഞ്ഞ് ഞാനൊരു ഗ്ലാസ് ബിയറേ കുടിച്ചിട്ടുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പല കാര്യങ്ങൾക്കും നുണ പറയേണ്ടി വരും. അത് മാത്രമല്ല, ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങൾ പോലും ഒടുവിൽ ലഹരിക്ക് അടിമയായ വ്യക്തിയെ ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ അകറ്റി നിർത്തുക ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതെല്ലാം പുറമെ സാമ്പത്തിക ബാധ്യതകളാണ് ഏറ്റവും കൂടുതൽ, ഫിനാൻഷ്യൽ കോൺസിക്വൻസസ്. അതായത് പണച്ചെലവ്. ഈ ലഹരി വസ്തുക്കൾക്കൊക്കെ വളരെ വിലയാണ്. കാരണം അവർക്കറിയാം എങ്ങനെയായാലും പൈസ ഉണ്ടാക്കിയിട്ട് ഇത് വാങ്ങിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ബാർഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ വില കുറച്ച് ചോദിക്കാനോ നമുക്ക് ആർക്കും സാധിക്കില്ല. ഇത് ഉപയോഗിക്കുന്നവർ അവർ പറയുന്ന വിലക്ക് വാങ്ങിക്കും. അല്ലാതെ MDMAക്ക് 5000 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ 4000 തരുള്ളൂ എന്ന് പറഞ്ഞാൽ പോയി പണിയൊക്കെ തന്നെ പറയുള്ളൂ, കൊടുക്കില്ല. അത് മാത്രമല്ല, ഈ ചികിത്സാ ചിലവ്, ലഹരി ഉണ്ടാക്കുന്ന രോഗങ്ങൾ. ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ഒരു കൂട്ടുകാരനല്ല, എൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ, അവന്റെ ലിവർ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ചെലവായത് 25 lakhs ആണ്. ആകെ ഒരു കാരണം മദ്യപാനം മാത്രമായിരുന്നു. കള്ള് കുടിച്ചിട്ടാണ് അവന്റെ ലിവർ കേടുവന്നത്. നല്ലൊരു ബസ് ഡ്രൈവർ ആയിരുന്നു, ഹെവി ഡ്രൈവർ ആയിരുന്നു. പക്ഷെ എന്ത് പറയാൻ, അവൻ മദ്യപിച്ച് 2 നേരം 3 നേരം മദ്യപിച്ച് ലിവർ മാറ്റിവെക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു. അവന്റെ പെങ്ങളുടെ തന്നെ ലിവർ മാറ്റിവെച്ചു. ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയിട്ട് ഒരു മാസത്തെ അവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നു. 25 ലക്ഷം എല്ലാവരും കൂടെ പിരിച്ചെടുത്ത് അവന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. പക്ഷെ അവരുടെ ആരോഗ്യനില ഇപ്പോഴും മെച്ചപ്പെട്ടിട്ടില്ല. അത് ഈ ചികിത്സാ ചെലവ് മാത്രമല്ല, നിയമപരമായ കുറെ ചെലവുകൾ വരും. ലഹരി കേസുകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതുവഴി കോടതി ചെലവുകൾ വരും, പിഴകൾ വരും. ഇതെല്ലാം സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. വൈ യൂത്ത് ഗെറ്റ് ഡ്രോൺ ഇൻ? എന്തുകൊണ്ടാണ് യുവാക്കൾ ഇതിലേക്ക് കാര്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടൊക്കെ ആവാം? ഒരാൾ പറഞ്ഞു നോക്കിയാൽ എന്തുകൊണ്ടൊക്കെയാണ് യുവാക്കൾ ഇതിലേക്ക് വരുന്നത്? ക്യൂരിയോസിറ്റി ഉണ്ടാവും സാറേ. ക്യൂരിയോസിറ്റി, യെസ്.
കൂട്ടുകാരുടെ പിയർ പ്രഷർ, Correct. കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ്. Correct. കൂട്ടായ്മയുടെ വീട്ടില് ഭാഗമാകാൻ വരും കുറെ പേര്. വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ അതൊരു തീർച്ചയായിട്ടും പ്രധാന ഫാക്ടറാണ്. അത് അറ്റാച്ച്മെന്റ്. കറക്റ്റ് ആണ്. അതെ വീട്ടില് അതെ ശരിക്കുള്ള സ്നേഹം കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള സ്നേഹം കിട്ടാമെങ്കിൽ ഇതില് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അച്ഛനെ അമ്മയും ചില സ്നേഹമായിട്ട് ഇടപെടുന്ന അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളെ ഓർക്കും. തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ കറക്റ്റ് ആണ്. കിട്ടാതെ വരുമ്പോൾ ശരിക്കും അതുപോലെ അതൊരു വലിയ തന്നെയല്ലേ ഫാക്ടറാണ്. അവർക്ക് ക്യാഷ് ഒക്കെ കൊടുക്കുമ്പോ പണത്തിന്റെ മൂല്യം അറിയാതെ മക്കൾക്ക് കൊടുക്കുമ്പോഴും വഴി തെറ്റാം. അതെ അതെ പൈസയുടെ അമിതമായ പൈസ കണ്ടാൽ അതൊക്കെ എങ്ങനെയൊക്കെ ചെലവഴിക്കണം, കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് അതൊക്കെ ചെലവഴിക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. എന്തായാലും കൂട്ടുകാരുടെ സമ്മർദ്ദം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിയർ പ്രഷർ, കൂട്ടായ്മയുടെ ഭാഗമാകാൻ, അതായത് കൂട്ടുകാർക്കിടയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും അവരാൽ അംഗീകരിക്കപ്പെടാനും വേണ്ടി പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊരു കുറവാണ്, അവരെല്ലാവരും മദ്യപിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് മദ്യപിച്ചുകൂടെ, ഞാൻ മദ്യപിച്ചില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക, അങ്ങനെ ഒരു സംഭവം കൂടെ അതിന്റെ പിന്നിലുണ്ട്. ഈ ഹോസ്റ്റലിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ. 6 7 പേര് താമസിക്കുന്ന റൂമിൽ 5 പേര് മദ്യപിക്കുന്നു. 5 പേര് മദ്യപിക്കുമ്പോൾ അവനെ ഒറ്റപ്പെട്ട് 6ാമത്തെ ആള് ഒറ്റപ്പെട്ട് പോവുകയാണ്. അപ്പൊ അവര് കളിയാക്കും. ഇത് ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിയുന്നുണ്ട്, പാലിനേക്കാൾ കൂടുതൽ മദ്യം വിറ്റഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നോക്കിയാൽ പാലിനേക്കാൾ നല്ലത് മദ്യമാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ ഹോസ്റ്റലിൽ ഇതുപോലെ ഒരാൾ മാറി നിന്നാൽ അവനെ കുറ്റപ്പെടുത്താനും അവനെ കളിയാക്കാനും ഇഷ്ടംപോലെ പിള്ളേരുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ അടിമപ്പെടുകയാണ് ഈ മദ്യപാനത്തിന്. അതുപോലെ അത് കൂടാതെ ഒരു സാധാരണ വൽക്കരണം എന്ന് പറയാം. സുഹൃത്തുക്കൾ മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു സാധാരണ കാര്യമല്ലേ, ഇതിലൊക്കെ എന്തിരിക്കുന്നു. സിനിമ നോക്കിയാലും സിനിമയിൽ മദ്യപാനം ഇഷ്ടംപോലെ സിനിമകൾ മദ്യപാനം, അവിടെ ആകെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മദ്യപാനം ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്നുള്ള ഒരു ബോർഡ് വളരെ ചെറുതായിട്ട് വായിക്കാൻ പറ്റാത്ത രീതിയിൽ കാണിക്കും. ഇങ്ങനെ ഇത് മാത്രമേ ഗവൺമെന്റ് ചെയ്യുന്നുള്ളൂ. മദ്യപാനം എല്ലാ സിനിമയിലും കാണാം ഇല്ലേ? നിങ്ങളൊക്കെ കണ്ട സിനിമകളിലൊക്കെ മിക്കവാറും സിനിമകളിൽ മദ്യപാനം കണ്ടിട്ടുണ്ടായിരിക്കും. അത് കൂടാതെ ഒറ്റപ്പെടുന്ന ഒരു ഭയം, ഒറ്റപ്പെടും. അതായത് ഞാൻ കള്ള് കുടിച്ചില്ലെങ്കിൽ, സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ, മദ്യപിച്ചില്ലെങ്കിലൊക്കെ ഒറ്റപ്പെടും എന്നുള്ളൊരു തോന്നൽ പലർക്കുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന കൂട്ടായ്മകളിൽ നിന്ന് മാറി നിന്നാൽ താൻ ബാക്ക് ബെഞ്ചർ ആവുമോ എന്നൊരു ഭയം യുവാക്കളിലേക്ക് ഇതിലേക്ക് നയിക്കുന്നു. അതുകൂടാതെ ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പെരിമെന്റേഷൻ, ഈ ഒരു പരീക്ഷണം, പുതുമകൾ തേടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും കുട്ടികൾക്ക്. കൗമാരപ്രായത്തിൽ തന്നെ അവർ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ലഹരിയിലേക്ക് പോകുന്ന ഒരു വിഭാഗം കുട്ടികൾ നമുക്ക് ചുറ്റുപാടുണ്ട്. പിന്നുള്ളത് ആദ്യ അനുഭവം അറിയാൻ, അത് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് അനുഭവിച്ച് നോക്കാം. അങ്ങനെ ആദ്യത്തെ ഒരു അനുഭവം അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികൾ അത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അത് കൂടാതെ അമിത ആത്മവിശ്വാസം, ലഹരിക്ക് അടിമപ്പെടുന്നത് തനിക്ക് സംഭവിക്കില്ല എന്ന തെറ്റായ ചിന്ത പലരിലുണ്ട്. ഞാൻ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ സിഗരറ്റ് വലിച്ചാൽ ഞാനൊരു സ്ഥിരം പുകവലിക്കാരനായി മാറില്ല എന്നൊരു ചിന്ത പലർക്കും ഉണ്ടാവാറുണ്ട്. പിന്നുള്ളത് മാനസിക സമ്മർദ്ദം, വൈകാരിക വെല്ലുവിളികളാണ്. അതായത് സ്ട്രെസ് ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, ഇമോഷണൽ ചാലഞ്ചസ് ഉണ്ടാവാം. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് പഠനമോ അല്ലെങ്കിൽ ജോലിഭാരം, പഠനത്തിലും ജോലിയുമുള്ള അമിത മത്സരങ്ങളുണ്ട്. കുടുംബത്തിന്റെ പ്രതീക്ഷകളൊക്കെ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ. അത് മാത്രമല്ല, ഈ മാനസിക സമ്മർദ്ദം ലഹരിയിലേക്ക് എല്ലാവരും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. അതായത് വിഷാദം, ഈ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി, ഏകാന്തത എന്നിവ അനുഭവിക്കുന്നവർ താൽക്കാലികമായിട്ട് സങ്കടങ്ങൾ മറക്കാൻ ലഹരിയെ ഒരു മാർഗമായിട്ട് കാണുന്നു. ഒരു എന്താ പറയാ, ഒരു സെൽഫ് മെഡിക്കേഷൻ. തൽക്കാലം ഇതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട്. അവർക്കറിയില്ലല്ലോ ഇത് തൽക്കാലം മാത്രമേ മറക്കുന്നുള്ളൂ, പെർമനന്റ് ആയിട്ട് ഇതൊരു സൊല്യൂഷൻ അല്ല എന്ന് അവർക്കറിയില്ല. പിന്നെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ വീട്ടിലെ വഴക്കുകളും അവിടുത്തെ സ്നേഹക്കുറവും, നേരത്തെ പറഞ്ഞു രാജേന്ദ്ര സാറ് പറഞ്ഞ പോലെ സ്നേഹക്കുറവ് കുട്ടികളെ വൈകാരികമായി തളർത്തും. അവർ ഇതുപോലെ തെറ്റായ വഴികളിലേക്ക് തിരിയാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതലൊരു ഈ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോഷ്യൽ മീഡിയയുടെയും വിനോദ മാധ്യമങ്ങളുടെയും സ്വാധീനം, ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്, അത് ഇത്തിരി കൂടുതലാണ്. അതിന് പ്രത്യേക ഏജ് ലിമിറ്റ് ഒന്നുമില്ല. 3 വയസ്സുള്ള കൊച്ചു കുട്ടികൾ
കുട്ടികൾക്ക് പോലും നമ്മൾ സോഷ്യൽ മീഡിയ ഇതുപോലുള്ള മൊബൈൽ ഫോണൊക്കെ കൊടുത്ത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അവരെ ഇതിലൊരു അഡിക്ഷൻ കൊണ്ടുവരികയാണ്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ തിരക്കായിരിക്കുമ്പോൾ അവരെ തൽക്കാലത്തിന് ശാന്തരാക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അതൊരു അഡിക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മളൊക്കെ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. പിന്നെ അത് കൂടാതെ വൈറൽ ട്രെൻഡുകൾ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അതുപോലെ ടിക്ടോക്ക് ഇപ്പൊ ഇല്ല. അതുപോലുള്ള ട്രെൻഡുകൾ, ആ ട്രെൻഡുകളും ചാലഞ്ചുകളും അതിന്റെ പിന്നാലെ ആളുകൾ മാറുകയാണ്. ഇടയ്ക്ക് എന്തോ ഒന്ന് സിഗ്നൽ ലൂസ് ആയിട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം കേൾക്കാം. സ്ക്രീൻ കാണുന്നില്ല. കാണാം. ആ, The the real cost real എന്നും പറഞ്ഞ് cost. 1 minute. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. The real കാണുന്നുണ്ട്. cost, health, relationships, career and finances. ഓക്കെ. ഇനി ലഹരി, ദ റിയൽ കോസ്റ്റ്, അതായത് ലഹരി നമ്മൾ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആരോഗ്യം, ഹെൽത്ത്, ശരീരത്തിന്റെ മനസ്സിന്റെയും ആരോഗ്യം തകരുന്നു. അതിൽ യാതൊരു സംശയമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശരീരം മനസ്സൊക്കെ തകർന്നു പോകും. കൂടാതെ ഹൃദയം, കരൾ, തലച്ചോർ തുടങ്ങിയ അവയവങ്ങൾക്ക് ഗുരുതരമായ കേടുകൾ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ഇതിനുള്ള ചികിത്സാ രീതികളൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ട്, ആ ഹോസ്പിറ്റലിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അബ്ദുൾ റസാഖ് സാറിനോട് അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിത് കഴിഞ്ഞിട്ട് ചോദിച്ചറിയണം. കാരണം ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ഈ ആസ്റ്റർ അതുപോലെ അമൃത ഹോസ്പിറ്റലിലൊക്കെ 25-35 ലക്ഷമൊക്കെ പറയുന്നു. എന്നിട്ട് അവർക്കറിയാം ഇത് പാവപ്പെട്ട രോഗികൾക്കാണെങ്കിൽ ഇത് എങ്ങനെയും കളക്ഷനൊക്കെ എടുത്തിട്ട് കൊടുക്കും അല്ലെങ്കിൽ തരും എന്നൊക്കെ അറിയാം. ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ യൂട്യൂബ് വ്ളോഗറോ ഇതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഈ 35 ലക്ഷം കൊടുക്കും. അതുകൊണ്ട് അവർക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു ബാർഗൈനിങ്ങും അവർക്ക് തയ്യാറാവില്ല. ഈ 35 ലക്ഷം കിട്ടിയാൽ തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുള്ളൂ. എന്തായാലും അവർക്ക് തഴച്ചു വളരാനുള്ളൊരു നല്ല രീതിയിൽ ചെയ്യുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട്, ഇല്ല എന്നല്ല. വളരെ മിതമായ നിരക്കിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ചെലവ് കൂടുതലാണെന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ ഈ തിയേറ്ററിന്റെ മറ്റുള്ള ഫെസിലിറ്റീസ് ഒക്കെ വളരെയധികം ചെലവ് കൂടുതലായതുകൊണ്ട് ഇത്തരം ഭീകരമായ ചെലവുകൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. എന്തായാലും ഈ ഹൃദയം, കരൾ, തലച്ചോർ തുടങ്ങിയ അവയവങ്ങൾക്ക് ഗുരുതരമായി കേടുപാടുകൾ ബാധിക്കുന്നത് കൂടാതെ വിഷാദം, ഉത്കണ്ഠ, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ലഹരി അടിമത്തത്തിനും ജീവൻ അപകടത്തിലാക്കുന്നതിനും ഒരു കാരണം തന്നെയാണ്. അതുകൂടാതെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, കുടുംബങ്ങളുമായിട്ടുള്ള വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുന്നു. സുഹൃത്തുക്കളുമായി സഹപ്രവർത്തകരുമായി ബന്ധം വഷളാകുന്നു. ഒറ്റപ്പെടലും കുടുംബ കലഹങ്ങളും വർദ്ധിക്കുന്നു. സാമൂഹിക അംഗീകാരവും ബഹുമാനവും നഷ്ടപ്പെടുന്നു. ഇതൊക്കെ ലഹരിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുമാത്രമല്ല തൊഴിലും ഭാവിയും, പഠനത്തിൽ ശ്രദ്ധ വളരെയധികം കുറയുന്നു. നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ ഈ ലഹരി, സിഗരറ്റ് വലിയും അതുപോലുള്ള ഉപയോഗമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ, അറ്റൻഷൻ കുറയുന്നു. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസും കുറയുന്നു. ജോലി ചെയ്യാനുള്ള കഴിവും ഉത്തരവാദിത്വ ബോധവും നഷ്ടപ്പെടുന്നു. അതായത് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ഒരു ജോലിക്കാരൻ ഇത് തുടങ്ങിയതിന് ശേഷം ആഴ്ചയിൽ 2-3 ദിവസം ലീവ് എടുക്കുന്നു. തൊഴിൽ നഷ്ടപ്പെടാനോ നല്ല അവസരങ്ങൾ നഷ്ടമാകാനോ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങളും തകരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാമ്പത്തിക സ്ഥിതി മാറുന്നു. ലഹരിക്കായി അമിതമായി പണം ചെലവാക്കേണ്ടി വരുന്നു. ഇത് വളരെ എന്താ പറയുക, ഹ്യൂജ് എമൗണ്ട് ചെലവാക്കുമ്പോൾ അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. കൂടാതെ കടബാധ്യത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ തകരുന്നു. പല സ്വപ്നങ്ങളുമായിട്ട് പൈസ സ്വരുക്കൂട്ടിയിരുന്ന ആ കുടുംബത്തിന് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ചികിത്സാ ചെലവ് സഹിക്കാൻ അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല നിയമപ്രശ്നങ്ങളും ചികിത്സാ ചെലവുകളും സാമ്പത്തിക ഭാരം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. Awareness alone is not enough. Knowledge must become action. Awareness alone is not enough. അതായത് ബോധവൽക്കരണം മാത്രം പോരാ. ഇതിന് മയക്കുമരുന്നിന്റെ, ലഹരി വസ്തുക്കളുടെയും ദോഷങ്ങളെ കുറിച്ച് ഇന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ലഹരി ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുടുംബ ബന്ധങ്ങൾ തകർക്കുമെന്നും പഠനത്തെയും തൊഴിലിനെയും ബാധിക്കുമെന്നും
എല്ലാവരും കേൾക്കാറുണ്ട്. എന്നാൽ അറിവ് മാത്രം ഒരാളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുമോ? ഇല്ല. ആ അറിവ് ജീവിതത്തിലെ ശരിയായ തീരുമാനങ്ങളായും പ്രവൃത്തികളായും മാറ്റണം. ബോധവൽക്കരണം മാത്രം പോരാ എന്നാണ് അതിന്റെ അർത്ഥം. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ വളർത്തണം. വിത്ത് കോൺഫിഡൻസ് വി ഷുഡ് സേ നോ. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം. അതുമാത്രമല്ല, സമ്മർദ്ദങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ നേരിടാൻ പഠിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഉടനെ ബാറിൽ പോകുക, കള്ളുഷാപ്പിൽ പോകുക അല്ല വേണ്ടത്. അതിനൊക്കെ എങ്ങനെ നേരിടാൻ പഠിക്കണം. അതിനെ നേരിടാൻ പഠിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ലഹരിയിലേക്ക് പോകുന്നത്. അതുപോലെ ഈ കായികം, കല, വായന, സാമൂഹിക സേവനം തുടങ്ങിയ നല്ല ശീലങ്ങൾ വളർത്തണം. അത്തരം നല്ല ശീലങ്ങളൊക്കെ വളർത്തുമ്പോൾ ഇവർക്ക് ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയും സമയമൊക്കെ കുറയാണ് ഉണ്ടാവുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടാൽ മിണ്ടാതിരിക്കാതെ കുടുംബത്തെ അല്ലെങ്കിൽ അധ്യാപകരെ, ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. അറിവ് പ്രവൃത്തിയാകുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. ഒരു വ്യക്തി ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുമ്പോഴും മറ്റുള്ളവരെയും അതിൽ നിന്ന് സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോഴുമാണ് ബോധവൽക്കരണത്തിന് യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത്. ഇനി ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ എന്താണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രീ ലൈഫ്. ഒന്ന് ഹെൽത്ത് ആണ്, ദെൻ കോൺഫിഡൻസ്, ഗോൾസ്, ഹാപ്പിനെസ്. അതായത് ആരോഗ്യം. അതായത് ആരോഗ്യമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും പറയും, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മയക്കുമരുന്നും ലഹരി വസ്തുക്കളും ശരീരത്തെ, മനസ്സിനെ ക്രമേണ തകർക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഹാർട്ടും ലിവറും ബ്രെയിനും ഒക്കെ അതിന്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ബാധിക്കും. രോഗപ്രതിരോധ ശക്തി കുറയും. നല്ല ആരോഗ്യമില്ലാതെ ഒരു വ്യക്തിക്കും തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. അതുപോലെ ആത്മവിശ്വാസം. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസ്. യഥാർത്ഥ ആത്മവിശ്വാസം സ്വന്തം കഴിവുകളിലും ശരിയായ തീരുമാനങ്ങളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ലഹരിക്ക് അടിമയാകുമ്പോൾ ആത്മവിശ്വാസം കുറയുകയും ഭയവും ആശങ്കയും കുറ്റബോധവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ലഹരി താൽക്കാലിക ധൈര്യം നൽകുന്നത് പോലെ തോന്നിച്ചാലും യഥാർത്ഥത്തിൽ അത് വ്യക്തിത്വത്തെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. ലക്ഷ്യങ്ങൾ. ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ലഹരി ഒരാളെ ആ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നു. പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കുറയുകയും അവസരങ്ങൾ നഷ്ടപ്പെടുകയും ഭാവി അനിശ്ചിതമാവുകയും ചെയ്യുന്നു. ലഹരി സ്വപ്നങ്ങളെ മോഷ്ടിക്കുന്ന ഒരു ശത്രുവാണ്. പിന്നെ സന്തോഷം, ഹാപ്പിനെസ്. യഥാർത്ഥ സന്തോഷം കുടുംബത്തിൽ നിന്നും, സൗഹൃദങ്ങളിൽ നിന്നും, നേട്ടങ്ങളിൽ നിന്നും, ആരോഗ്യപരമായ ജീവിതത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ലഹരി നൽകുന്ന സന്തോഷം വളരെ താൽക്കാലികമാണ്. അത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. പിന്നീട് അത് ദുഃഖവും ഒറ്റപ്പെടലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും മാത്രമാണ് സമ്മാനിക്കുന്നത്. അതിനാൽ ലഹരി സന്തോഷം നൽകുന്നില്ല, മറിച്ച് സന്തോഷം കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കൂ, ആത്മവിശ്വാസം വളർത്തൂ, ലക്ഷ്യങ്ങൾ പിന്തുടരുക, യഥാർത്ഥ സന്തോഷം തിരഞ്ഞെടുക്കുക. ലഹരിയല്ല, ജീവിതമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ്. അതായത് ലഹരിക്കെതിരെ നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനവും വിജയിക്കില്ല. ഒരു ഉറച്ച നിലപാട് തന്നെ വേണം. ഒരു കൂട്ടുകാരൻ ലഹരി വസ്തുക്കൾ വെച്ച് നീട്ടുമ്പോൾ മടിയോ ഭയമോ കൂടാതെ അവന്റെ മുഖത്ത് നോക്കി വളരെ ശാന്തമായിട്ടും എന്നാൽ ഉറപ്പോടും കൂടെ എനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ നമ്മൾ ശീലിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഇനി അവനോട് വേണമെങ്കിൽ വിഷയം മാറ്റാം. ലഹരിയെ കുറിച്ച് സംസാരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് നല്ല നല്ല കാര്യങ്ങളിലേക്ക് സംസാരം മാറ്റണം. അവിടെ നിന്ന് മാറി നിൽക്കാം. അതായത് നിർബന്ധം ശക്തമാണെങ്കിൽ ആ കൂട്ടുകെട്ടിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് മാറി പോകണം. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് വായിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു 3 പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, റോബർട്ട് ഹിക്സ് എഴുതിയ ഹൗ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആൽക്കഹോൾ ദ ഈസി വേ. അതായത് ഈ പുസ്തകം മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലളിതവും പ്രായോഗികമായ ഒരു വഴികാട്ടിയാണ്. അത് യാതൊരു സംശയവുമില്ല. പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയവർക്കും വീണ്ടും മദ്യപാനത്തിലേക്ക് മടങ്ങിപ്പോകുന്നവർക്കും പുതിയൊരു പ്രതീക്ഷ നൽകാനാണ് ഈ പുസ്തകം. അതുകൂടാതെ ആനി ഗ്രേസിന്റെ ദിസ് നേക്ഡ് മൈൻഡ്സ് കൺട്രോൾ ആൽക്കഹോൾ മദ്യപാനത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. മദ്യം ഉപയോഗിക്കുന്നത് സന്തോഷം, ആത്മവിശ്വാസം നൽകുന്നു എന്ന പൊതുധാരണയെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യുന്നതാണ് ഈ പുസ്തകം. അതുപോലെ ഇംഗ്ലീഷ് ഹാസ്യ നടനും അവതാരകനുമായ റസൽ ബ്രാൻഡിന്റെ അദ്ദേഹത്തിന്റെ ലഹരി വിമുക്ത ജീവിതത്തെക്കുറിച്ച്, അതിനായി അദ്ദേഹം പിന്തുടർന്ന രീതികളെ കുറിച്ച് വളരെ തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഹെറോയിൻ,
മദ്യം, ലൈസൻസ്ഡ് മരുന്നുകൾ, അമിതമായ ആസക്തികൾ എന്നിവയിൽ നിന്ന് മുക്തി നേടിയ അദ്ദേഹത്തിന്റെ വീണ്ടെടുപ്പ് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. റിക്കവറി, ഫ്രീഡം ഫ്രം അവർ അഡിക്ഷൻസ്, നല്ലൊരു പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, ലഹരി നമ്മുടെ ആയുസ്സും കുടുംബത്തിന്റെ സമാധാനവും മാത്രമല്ല, രാജ്യത്തിന്റെ ഭാവിയെ കൂടിയാണ് തകർക്കുന്നത്. ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ നേടിയ അറിവ് സമൂഹത്തിലേക്ക് പകർന്നു നൽകാനും ലഹരിയുടെ കെണിയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ ആക്ഷൻ. ഈ സെഷനിൽ സജീവമായി പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ ഈ സെഷനിലേക്ക് കൊണ്ടുവന്ന അബ്ദുൾ റസാഖ് സാറിനോടും ഇതിലെ എല്ലാ ടീമിനോടും, അബ്ദുൾ റൌഫ് സാർ, JK തോമസ് സാർ, അതുപോലെ തന്നെ രാജേന്ദ്രൻ സാർ, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ ഷാഹിദ മാം, അതുപോലെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ലഹരി അല്ല, ജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് JCI. താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയൊരു മാഫിയയാണ് ലഹരി മാഫിയ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പം അതിനെക്കുറിച്ച് സാറിന്റെ ക്ലാസ് വളരെ നല്ലൊരു സെഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുതന്നെ നമ്മുടെ ക്ലാസ് നല്ല ഭംഗിയായിട്ടും നല്ല രീതിയിൽ സാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് സൈക്കോളജി ട്രെയിനറുമായി ഇപ്പോൾ ഖത്തറിൽ സൂപ്പർവൈസറായി വർക്ക് ചെയ്യുന്ന നമ്മുടെ റസാഖ് സാറെ നമുക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു റഷീദ മാം. മനോജ് സാർ വളരെ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്കൊരു സെഷൻ എടുത്ത് തന്നു. വളരെ നല്ലൊരു മോട്ടിവേഷണൽ ക്ലാസ് ആയിരുന്നു. ആദ്യമായിട്ട് ഞാൻ സാറിനോട് വളരെയധികം നന്ദി പറയുന്നത്, ഞങ്ങളുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പ് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായപ്പോൾ എനിക്ക് ആദ്യം സാറിൻ്റെ പേരാണ് വന്നത്. അത് തീർത്തും ആ ഒരു തീരുമാനത്തിൽ ഒട്ടും തെറ്റില്ല എന്നുള്ള രീതിയിൽ സാറ് വളരെ ഭംഗിയായിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ സാറ് ഇവിടെ പ്രസൻറ്റ് ചെയ്തു. സാറ് തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു എലിയുടെ സ്റ്റോറി ആദ്യം മുതൽ അവസാനം വരെ ഓഡിയൻസിന് ഈ ഒരു വിഷയത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു സ്റ്റോറിയിലൂടെ സാറ് തുടക്കം കുറിച്ചു. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള സബ്സ്റ്റൻസുകളെ കുറിച്ചും പിന്നെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ബോധവൽക്കരണം നടത്തേണ്ടത്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ സാർ ഇവിടെ സാറിൻ്റെ നാട്ടുകാരൻ ഒരു അർജുനനെ കുറിച്ച് പറഞ്ഞു. ഈ അർജുനൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അർജുനന്മാർ ഇപ്പോഴും ഓരോ കുടുംബത്തിൻ്റെയും പ്രാരാബ്ധമായിട്ടും പല ഫാമിലിയിലെ അച്ഛനമ്മമാരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന അർജുനന്മാർ നമ്മുടെ ലോകത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ സാറിൻ്റെ ഈ നല്ല എല്ലാ കാര്യങ്ങളും ഒരു മോട്ടിവേഷൻ, ലഹരി വിരുദ്ധ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാം പല സെഷനിലും ട്രെയിനിങ് എടുക്കാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കെല്ലാം ഇത് വളരെയധികം പ്രയോജനമാണ്. പിന്നെ സാറ് പറഞ്ഞ മാതിരി ലഹരി സ്വപ്നങ്ങളെ മോഷ്ടിക്കുന്ന ഒരു ശത്രുവാണ്, താൽക്കാലികമായ ഒരു സന്തോഷം മാത്രമാണ്. പിന്നെ അതുകൂടാതെ അവസാനം പറഞ്ഞ ആ ഒരു 3 ബുക്കുകളെ സാറ് ഇവിടെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം ഈ ഓഡിയൻസിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് സാറ് ഇവിടെ പാസ് ചെയ്തത്. അപ്പോൾ ഒരിക്കൽ കൂടി സാറിന് പ്രത്യേകം ഈ ഒരു ഗ്രൂപ്പിൽ വന്ന് ഇത്രയും വിശദമായിട്ട് ക്ലാസ് എടുത്തതിന് വളരെയധികം നന്ദി. ഇനി നമ്മുടെ ഒരുപാട് മെമ്പേഴ്സ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. എല്ലാവർക്കും അവരുടേതായ ഫീഡ്ബാക്ക് പറയാൻ അവസരമുണ്ട്. സാറിന് ഫീഡ്ബാക്ക് പറയാനായിട്ട് ഞാൻ എൻ്റെ മൈക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഹലോ പറഞ്ഞോളൂ. എൻ്റെ പേര് ഫസീല, നാട്ടിൽ നിന്നാണ്. മനോജ് സാറിന്റെ ഈ സെഷനിൽ ഒരുപാട് പോയിന്റുകളൊക്കെ കിട്ടി. ഈ കുടിക്കുന്നവരൊക്കെ കുറിച്ച് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളിതുപോലെ കടം വന്നതിന്റെ പേരിലാണ് നല്ല കുടിയനായെന്ന് പറയും. അതേപോലെ എന്ത് ചോദിച്ചാലും നോണ പറയുള്ളൂ. അപ്പൊ നമ്മ മാറിപ്പോന്ന് ലാസ്റ്റ് ഇപ്പൊ ആൾ ഒറ്റപ്പെട്ടു, എവിടെയൊക്കെ പോയി. അപ്പൊ അയാളുടെ പരിഹാരം ഇപ്പൊ കുറെ കാലം പറഞ്ഞപ്പോ വായിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ പോയിന്റുകളൊക്കെ പുതിയതായിട്ട് കിട്ടി.
അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു മനോജ് സാറിന്. താങ്ക് യു. ഹലോ മനോജ് സാർ, നല്ല സെഷനായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. മറ്റ് ഓഡിബിൾ യെസ് സാർ. ഓഡിബിൾ ആണോ? അതെ അതെ അതെ, കേൾക്കാം. ഓക്കെ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ലഹരി എന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു പറഞ്ഞു, ഈ ശരിക്കും റീഡിങ്, മൊബൈല് ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈറ്റിംഗ്, ആഹാരം കഴിക്കുന്നതിനകത്തൊരു ലഹരിയുണ്ട്. നിയന്ത്രണമില്ലാതെ ആഹാരം കഴിക്കുക. നമ്മുടെ ഒരു പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകൻ ഉണ്ടായിരുന്നു, രാജീവ് പിള്ള എന്നാണ് എൻ്റെ ഓർമ്മ. നമുക്ക് അദ്ദേഹം മരിച്ചത്, അദ്ദേഹം ഒരു ലിവർ സിറോസിസ് ആയിട്ടാണ് മരിച്ചത്. ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹലോ, ഒരു സിനിമാ സംവിധായകന്, ഒരു രാജീവ് പിള്ള എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കുറെ അദ്ദേഹം മദ്യപിക്കുന്ന ആളായിരുന്നില്ല, ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല. പക്ഷെ അദ്ദേഹം കഴിക്കുന്ന ഒരു ദിവസം 5-6 കുപ്പി, എന്താണ് പറയുന്നത്, ഈ പച്ച ഒരു സാധനം ഉണ്ടല്ലോ, 7up, ഒരു 6 കുപ്പി 7up ഒക്കെ ആയിരുന്നു അദ്ദേഹം ഒരു ദിവസം ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ആൾസോ ആൻ അഡിക്ഷൻ. അതേപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ ആഹാരം കഴിക്കുക. എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് ഓവർ വെയിറ്റ് ഡെവലപ്പ് ചെയ്യും. ഓവർ വെയിറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ വെയിറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പറയുന്നത്, ദി ഫാറ്റ് വിൽ ഡെപ്പോസിറ്റ് ഇൻ ദി ലിവറിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് അതിന് ഫാറ്റി ലിവർ എന്നാണ് നമ്മൾ പറയുക. ഫാറ്റി ലിവർ പിന്നെ ആദ്യമൊക്കെ ഗ്രേഡ് 1 ആയിരിക്കും, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആൻഡ് ദെൻ സിറോസിസ് ലിവർ. അതേപോലെ തന്നെ ഓവർ വെയിറ്റ് ആയിട്ട് വരുന്നതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, നമ്മുടെ കഴുത്തിന് പുറകുവശം കാണുന്ന ഒരു പുറകുവശം സൈഡിനും കാണുന്ന ഡാർക്ക് കളർ, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. ഈ നമുക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് വരുമ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ കഴുത്തിൻ്റെ പുറകുവശത്തും സൈഡിലും വരുന്ന അത് തിക്ക് ആൻഡ് ഡിസ്കളേർഡ് ഡാർക്ക് കളേർഡ് സ്കിൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം സ്ത്രീകൾക്ക് PCOD, അതേപോലെ തന്നെ ആണുങ്ങൾക്കാണെങ്കിലും പുരുഷന്മാർക്കായെങ്കിലും ഫാറ്റി ലിവർ, അതിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ദി കോസ് ഓഫ് all these are ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഡയബറ്റിക് ആയിട്ട് മാറുന്നതും ഹൈപ്പർ ടെൻസീവായിട്ട് മാറുന്നതും. അപ്പോൾ അതും ഒരു അഡിക്ഷനാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം. അതും നമ്മൾ ആഹാരം കഴിക്കുന്ന കാര്യത്തിലും ഇതുപോലത്തുള്ള കോള പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും നിയന്ത്രണം വേണം. ഓവർ വെയിറ്റ് പാടില്ല, നമ്മൾ വെയിറ്റ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതും ഒരു ലഹരി തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് നല്ലൊരു ഭാഗം ആർക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ, വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലും റിസൾട്ട് വിൽ ബി ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ. അങ്ങനെ ഇല്ലാത്തൊരൊറ്റ കേസ് പോലും എനിക്ക് ഇത് കിട്ടാറില്ല. സോ ദാറ്റ് ആൾസോ ബി കൺസിഡർഡ് ആസ് an addiction. Okay, thank you. Thank you, sir. Thank you, Manoj sir. Thank you. അടുത്ത ആള് മനോജ് സർ, വളരെ നല്ല സെഷൻ. ഞാൻ ആദ്യം കുറച്ച് സമയം മിസ്സായി, ലേറ്റായിട്ടാണ് കയറിയത്. ബട്ട് അത് കഴിഞ്ഞ് കേട്ടത് വളരെ മനോഹരമായിട്ട് അതിനെപ്പറ്റി വളരെ കൂടുതലായിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. സോ താങ്ക് യു വെരി മച്ച്. നല്ല ബെനിഫിഷ്യൽ ആയിരുന്നു. കൂടുതൽ ഒരു അവയർനെസ് കിട്ടാനും ഇത് മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് നമുക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ എഫേർട്ട്.
ഓക്കെ സാറേ, മനോജ് സാറേ, നല്ല ഒരു സെഷനായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ഈ അഡിക്ഷനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറെ കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ സെഷനിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ, അതിനെതിരെ നിന്ന് പ്രവർത്തിച്ച ഒരാളുടെ അനുഭവങ്ങളാണ്. അപ്പൊ അത് എന്നെ ഒരു എന്താ പറയാ, ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. ഞങ്ങളൊക്കെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഇത് കാണുക, അല്ലെങ്കിൽ ഒരു കേസ് വരുമ്പോഴേ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നിന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ അതിന് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഞങ്ങൾക്ക് കിട്ടി. സന്തോഷം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഇന്ററാക്റ്റീവ് ആയിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് സാറിൻ്റെ ഒരു ഇത് കേൾക്കുന്നത്. അതിന് സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. അടുത്ത ആള്. ഗുഡ് ഈവനിങ് മനോജ് സർ. ആദ്യമേ ക്ഷണം സ്വീകരിച്ച് വന്നതിന് പ്രത്യേകം നന്ദി. സാറിനെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ കാണുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു സെഷൻ കേൾക്കുന്നത്. അതിനും സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള സെഷനുകളുമായിട്ട് ട്രാൻസ്പെയറിലേക്ക് വീണ്ടും വരിക. താങ്ക് യു. താങ്ക് യു സാർ. Good evening, sir. നല്ലൊരു സെഷൻ, വെരി എഡ്യൂക്കേറ്റീവ്, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് സാറിന്റെ പേര് കണ്ടപ്പോൾ ഈ JCI കണ്ടു. ബിക്കോസ് JC ഈസ് ഫേമസ് ഫോർ ട്രെയിനിങ്. അതെനിക്കറിയാം, ബിക്കോസ് എൻ്റെ ഹസ്ബൻഡും JCI ആണ്. ഞാൻ JCRED ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രം പാൽഘാട്ട്, ഐ എം ഫ്രം പാൽഘാട്ട്. സോ JCs വന്നിട്ട് ഒരുപാട് ഈ ട്രെയിനിങ് സെഷൻസ് കൊടുക്കാറുണ്ട്. നല്ല നല്ല ഇൻഫോർമേഷൻ സ്കൂൾസിൽ പോയിട്ടും ഇതൊക്കെ ഉണ്ട്. സോ അത് ഐ കുഡ് സീ ദാറ്റ് ഇൻ യു. ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. പിന്നെ ഈ ഡ്രഗ് അഡിക്ഷൻ, എനി സോർട്ട് ഓഫ് അഡിക്ഷൻ, ഇത് നമ്മൾ ശരിക്കും മിനിമൈസ് ചെയ്യണം സൊസൈറ്റിയിൽ. അതർവൈസ് സൊസൈറ്റി ഈസ് ഗോയിങ് ടു ബി ഇൻ ലോട്ട് ഓഫ് ഡേഞ്ചർ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. ബിക്കോസ് ഈ ഈ ഒരു അഡിക്ഷൻ ബേസ്ഡ് ആയിട്ട് ഫാമിലീസിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതേ രീതിയിൽ നൗഡേസ് ഈവൻ ദേ ആർ റെഡി ടു കിൽ ദെയർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. ആ രീതിയിലേക്ക് അഡിക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സർ പറയണ മാതിരി ലോട്ട് ഓഫ് ക്രൈംസ് ഫാമിലീസിൽ നടക്കുന്നത്, ഇറ്റ്സ് ടേക്കിംഗ് പ്ലേസ്. So all of us who have heard this talk today, definitely we should see that this through our awareness, pass it on to the society and try to see that the society changes from our angle. Thank you, sir. And we need more sessions from you. Thank you. ഹലോ സർ, മനോജ് സാർ, ഞാൻ സീനയാണ്. ഞങ്ങളുടെ ട്രാൻസ്ഫർ ടീമിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു സെഷൻ സാറ് പ്രസന്റ് ചെയ്തതിൽ ആദ്യം തന്നെ ഒരു എന്താ പറയുക, ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാൻ ട്രാവലിംഗ് ആണ്, ആദ്യമായിട്ടാണ് സാറിന്റെ സെഷൻ കേൾക്കുന്നത്. അതിന് റസാഖ് സാർ എന്നെ അതിന് മുൻകൈ എടുത്തു കൊണ്ടുവന്നതിൽ റസാഖ് സാറോടും ആദ്യം താങ്ക്സ് പറയുന്നു. പിന്നെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് വളരെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സാറിന്റെ ആ സ്റ്റോറി വളരെ മീനിങ് ആയി നമുക്ക് ഈ ഒരു സെഷനിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ ആ സ്റ്റോറിക്ക് കഴിഞ്ഞ്, അതോടൊപ്പം തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഫാമിലി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഈ ക്ലാസ്സുകൾ കേൾക്കുക, അതേപോലെ തന്നെ കൊടുക്കുക എന്ന് മാത്രം, അല്ലാതെ ഇതിനെ കുറിച്ച് ശരിക്കൊരു എന്താണ് പിന്നെ ഒരു ഫൈറ്റ് ചെയ്ത് അല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല, ക്ലാസ്സിലൂടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എന്നാൽ സാറ് ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് ഈ ക്ലാസ് കിട്ടിയപ്പോൾ വളരെ യൂസ്ഫുൾ ആയി. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ടീമിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മനോജ് സാറ് സീന മാമാണ് നമ്മളെ കോഫി ടോക്കിലേക്ക് പരിചയപ്പെടുത്തിയിട്ട്, അതുകൊണ്ട് മാമിന് പ്രത്യേകം നന്ദി. മാമാണ് ഫസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അവിടെ ക്ലാസ് എടുത്തത്. ഓക്കെ ഞാൻ ശരി, ഞാൻ ലീവ് ചെയ്യാണ്. ഓക്കെ, ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ മോളെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. ഓക്കെ ശരി. ഇനി ആരാള? നമുക്കൊരു 5 മിനിറ്റ് ടൈമും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു ക്വിസ് പ്രോഗ്രാമും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റും കൂടെ നമുക്ക് ഒരു ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമുണ്ട്.
ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. ഇങ്ങനൊരു സ്റ്റേജിൽ സാറിന്റെ ഇങ്ങനൊരു സ്റ്റേജിൽ പങ്കെടുക്കുന്നത് വളരെ മാമിന്റെ ഒരു വോയിസ് ഒന്ന് ക്ലിയർ അല്ല കേട്ടോ, ഒന്ന് കുറച്ചും കൂടെ ഒന്ന്. ഗുഡ് ഈവനിങ് മനോജ് സാർ, കേൾക്കുന്നുണ്ടോ സാറേ? ഇപ്പൊ കേൾക്കാം. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് സാറിന്റെ ഇങ്ങനെ ടോക്കിംഗ് പങ്കെടുക്കുന്നത്, കേൾക്കുന്നത്, സാറിനെ കാണുന്നതും. എങ്കിലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അഡിക്ഷനെ പറ്റിയുള്ള ഒരു വാസ്റ്റ് വൈഡ് അവയർനെസ് സാറ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെയുള്ളവരെ എങ്ങനെ രക്ഷിക്കാമെന്നും ഉള്ളതിനെ പറ്റി 3 ടെസ്റ്റ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അർജുനൻ എന്നൊരു വ്യക്തി സാർ എക്സാമ്പിൾ ആയിട്ട് തന്ന ഒരുപാട് അർജുനന്മാർ ഈ സമൂഹത്തിൽ എൻവയോൺമെന്റിൽ ഉണ്ട്. അപ്പൊ ആ സൊസൈറ്റി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്ന് നമുക്ക് കുറച്ച് അവയർനെസ് സാറ് നൽകി തന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെയൊന്നും മനസ്സിലാക്കി കൊടുക്കുവാനോ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വാക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ കുറെ ഇങ്ങനെ വാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരിക, ടെസ്റ്റൊക്കെ പരിചയപ്പെടുത്തി തരിക, എക്സാമ്പിൾസ് തരിക, ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടാണ് ഞാനും കരുതുന്നത്. സാറിന്റെ ആ നല്ല മനസ്സിനും സാറിന്റെ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിനും മെനി മെനി താങ്ക്സ്. താങ്ക് യു ജോളി മാം. നെക്സ്റ്റ് ആരാളെ? നമുക്ക് ഹലോ മനോജ് സാർ. ഹലോ പറഞ്ഞോ സാർ. മനോജ് സാർ, ഗുഡ് ഈവനിങ്. ഒരു നല്ല സെഷനായിരുന്നു. മുമ്പ് ഇതുപോലുള്ള പല സെഷനുകളും നമ്മൾ കേട്ടിട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കവർ ചെയ്യാവുന്ന പോർഷൻസ് എല്ലാം സാറ് കവർ ചെയ്തു. സാറിന്റെ എക്സ്പീരിയൻസും നല്ലപോലെ പ്രസന്റ് ചെയ്തു. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടി വന്നു എന്ന് പറയുന്നത്, ഇതുപോലുള്ള ഒരു സെഷനിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചെന്ന് പറയുന്നത്, നമ്മൾ അത്യാവശ്യമായി ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സാറ് സൗണ്ട് കുറച്ചും കൂടെ ഒന്ന്. ഹലോ ശരിക്കും കേൾക്കില്ല. സൊല്യൂഷൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ റെമഡി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. ആ റെമഡി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഹഡിൽസ് ആൻഡ് പോസിബിലിറ്റീസിനെ കുറിച്ച് സാർ ഒന്നും പറഞ്ഞ് കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മിസ്സായതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്രയും ഭാഗം അതിനകത്ത് വിട്ടുപോയതുപോലെ എനിക്ക് ധാരണയുണ്ട്. ഒരുപക്ഷെ അത് വിട്ടുപോയതാണെങ്കിൽ അടുത്തൊരു സെഷൻ അതുമായിട്ട് വരുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടോട്ടലി പ്രസന്റേഷനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു ഫോർ ദ ഗുഡ് പ്രസന്റേഷൻ. താങ്ക് യു സാർ. നമുക്ക് ഒരിക്കൽ കൂടി അടുത്തൊരു സെഷനിലേക്ക് മനോജ് സാറിനെ കൊണ്ടുവരാം. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. ഇനിയും ഇതിൽ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് സാറിനെ ഒന്നും കൂടെ വിളിക്കാം നമ്മുടെ പ്രോഗ്രാമിലേക്ക്. താങ്ക് യു സാർ. നെക്സ്റ്റ് ആരാ? ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വളരെ യൂസ്ഫുള്ളായ എക്സലന്റ് ആയ ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് കിട്ടിയത്. ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട്, അതായത് പറഞ്ഞറിയിക്കാൻ വയ്യ, കൊച്ചു കുട്ടികൾ തൊട്ട് ഇന്ന് ഇതിന് അഡിക്റ്റ് ആയിട്ട് മാറുകയാണ്. പല രൂപത്തിലാണ് അവരത് ഉപയോഗിക്കുന്നത്. സ്കൂൾ തലങ്ങളിലാണ് അതായത് ഏകദേശം ഒരു 3rd സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ കണ്ടുവരുന്നതാണ് ഈ സാധനത്തിന്റെ യൂസ്. അത് പല രീതിയിൽ, അത് പേരൻസ് ആണ് ഇതിനകത്ത് മെയിൻ ഘടകം. അവരാണ് വീട്ടിലിരുന്നിട്ട് ഈ സാധനം വാങ്ങിക്കാൻ കുട്ടികളെ പറഞ്ഞ് വിടുന്നത്. പാൻപരാഗ് അതേപോലുള്ള ഒരുപാട് ലഹരി വസ്തുക്കൾ. അപ്പൊ അവരെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്ന ഒറ്റ കാര്യമാണ്, നിങ്ങൾ പഠിപ്പിക്കാൻ വിളിച്ചാൽ പഠിപ്പിച്ചാൽ പോരായോ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തിനാണ് അറിയുന്നത്, വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് അറിയുന്നത്. അതാണ് ആദ്യം പേരൻസിനാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സാറിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എങ്ങനെ അതിന് താങ്ക്സ് പറയണമെന്നും അറിയില്ല. താങ്ക് യു സാർ. അപ്പൊ ഇതിനെ അറേഞ്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക് യു മാം.
ആ മനോജ് സാറിന്റെ പറഞ്ഞോളൂ സാർ. ഹലോ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. മനോജ് സാറിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള വിവരണം വളരെ നന്നായിരിക്കുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മനോജ് സാറിന്റെ ഈ പ്രസംഗം കേൾക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്, വളരെ താങ്ക്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ക്വിസിലേക്ക് കടന്നാലോ? ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇന്ന് നമ്മളുടെ ഇവിടെ ക്വിസ് മാസ്റ്ററായിട്ട് വരുന്നത് റഷീദ മാം തന്നെയാണ്. റഷീദ മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്വിസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. റഷീദ മാം. ഹായ്. നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻ ചെറിയൊരു പരിപാടിയാണ്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം നമ്മൾ ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമ്മൾ ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് സാമ്പിൾ ആയിട്ട് നമുക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ പെട്ടെന്ന് കഴിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ എപ്പോഴും. അപ്പൊ അതിനൊരു യൂസ്ഫുൾ ആവാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ചാറ്റ് ചെറിയ ബോക്സ് ഒന്ന് ഓപ്പൺ ആയിട്ട് ചാറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളതായ രീതിയിൽ എന്തെങ്കിലും ഒരു പോയിന്റ്സ് എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യാൻ കഴിയുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡോക്ടർ രാജേന്ദ്രൻ സാർ ഒന്ന് ട്രൈ ചെയ്തട്ടെ. കഴിഞ്ഞ പ്രാവശ്യം സാറിന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ട് നമ്മളൊന്ന് ചാറ്റ് ബോക്സ് എല്ലാവരുടെയും ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒരു 0 എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടു. നിങ്ങൾക്ക് കഴിയാവുന്ന എന്തും ടൈപ്പ് ചെയ്യാം. 0 ആവണം എന്നില്ല. നിങ്ങൾക്ക് എന്താണോ അക്ഷരങ്ങളാണോ പൂക്കൾ എന്ത് വേണമെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് നമുക്ക് സാമ്പിൾ ആക്കിയിട്ടൊന്ന് നോക്കാം. ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? രാജേന്ദ്രൻ സാർ ഓക്കെ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സാറിന് ഓക്കെ. സാർ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാലോ? ചാറ്റ് ബോക്സ് എന്താണോ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നത് അതങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ ആണോ? നമ്മള് ഓക്കെ 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 നമ്പർ അടിച്ചാൽ മതിയല്ലോ അല്ലേ? എന്താണോ കഴിയുന്നത് അത് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം മാം, ചോദിച്ചോളൂ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ആരാണോ ഫസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇടുന്നത് നമുക്ക് നോക്കാം. ലഹരി മരുന്നുകള് ഉപയോഗിക്കുമ്പോൾ തലച്ചോറിൽ സന്തോഷത്തിന്റെ വികാരം ഉണർത്തുന്ന രാസവസ്തു ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഒന്നുകൂടി ചോദിച്ചോ. ലഹരി മരുന്നുകള് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന്റെ വികാരം ഉണർത്തുന്ന രാസവസ്തു ഏതാണ്? ഓക്കെ, ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പേര് ഇഫി എന്നാണ് കാണിക്കുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, ആൻസർ അല്ല. അവര് പറയാത്തോണ്ട് നമ്മൾ ഇത് ഏതായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ. കുഴപ്പമില്ല. അവ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഡോപ്പമിൻ എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അത് ആരാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ. ഫജറുന്നീസ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെക്കോളൂ. നമുക്ക് ഇനി നിങ്ങൾ ചാറ്റ് ബോക്സിലെ ആൻസർ എഴുതുമ്പോൾ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ എഴുതാം കേട്ടോ. ഫസ്റ്റത്തെ പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ പോസ്റ്റത് ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും മാരകമായ വിഷാംശം ഏതാണ്? ഓക്കെ ആണോ? ഓക്കെ. അത് പിന്നെ ഞാനിവിടെ 2 അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിക്കോട്ടിൻ തന്നെയാണ്. നിക്കോട്ടിന് ചെയ്തിട്ടുണ്ട്. 2 മീറ്റിംഗ് ഗ്രൂപ്പ് ചാറ്റ്. പേര് വ്യക്തം ആരാണത്?
ഫസീല. അപ്പം അവരാണ് നമ്മളിതിൽ രണ്ടാമതിൽ ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ആയി പറഞ്ഞത് അല്ലേ? ബാക്കി എല്ലാവരും അതെ പറഞ്ഞത് അതെ ശരിയാണ്. പക്ഷെ ഫസ്റ്റ് പറഞ്ഞ ആള് ഫസീലയാണ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാവുന്നതാണ്. തേർഡ് ഇനി ആൻസറുകൾ എഴുതുമ്പോൾ തേർഡ് എന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, ആരും നമുക്ക് തേർഡ് എന്ന് എഴുതിയിട്ട് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ. ആൻസർ ലഹരി എഴുതുന്ന വസ്തുക്കൾ കാര്യമില്ല, തേടെന്ന് ഉപയോഗിക്കാൻ. മാത്രം ടൈപ്പ് ചെയ്താൽ മതി, പിന്നെ പറഞ്ഞാൽ ഓക്കെ. മതി. എന്നാ ഇങ്ങനെ ഓപ്ഷൻ വേണോ? തേർഡ് തേർഡ് ടൈപ്പ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്ത് ആദ്യം ടൈപ്പ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ സംസാരിക്കാൻ ആരും ഒരു ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഓപ്ഷൻ നമ്മൾ കൊടുക്കാം. ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മള് ആ തേർഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സംസാരിക്കാൻ നമുക്ക് അവർക്ക് കൊടുക്കാം. ഓക്കെ. അവരങ്ങ് മൈക്ക് മ്യൂട്ട് ഒക്കെ പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണേ. ആരും ആൻസർ ടൈപ്പ് ചെയ്യരുതേ. ആൻസർ ഇപ്പൊ ടൈപ്പ് ചെയ്യണ്ട, എല്ലാവരും 3 ഇട്ടാ മതി. അതിൽ ഫസ്റ്റ് ആരാണോ അവിടെ എഴുതിയ അവരോട് ഞാൻ ചോദിക്കാം കേട്ടോ. ആൻസർ ഇനി ആരും ടൈപ്പ് ചെയ്യണ്ട. ടൈപ്പ് ചെയ്യുന്ന മിസ്റ്റേക്ക് വരും, കാരണം അത്രയും ടൈപ്പ് ചെയ്യുന്നവർക്കുള്ളൊരു കുഴപ്പം വരണ്ട എന്ന ഉദ്ദേശം മാത്രമാണ്. നെക്സ്റ്റ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ സുഹൃത്തുക്കളോ മറ്റോ നിർബന്ധിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ശരിയായ നിലപാട് എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യന് സൂസൻ ഫസ്റ്റ് ചേർത്തിക്കുന്നത്. മാം പറയാട്ടോ. സേ നോ. യാ, കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഓക്കെ. നമുക്ക് ഫോർത്ത് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അതെ ഫോർത്ത് ക്വസ്റ്റിലെ നമുക്ക് ഇന്ന് മനോജ് സാറിന്റെ ഒരു നല്ല ക്ലാസ് ഒക്കെ കേട്ടു. അതില് സാറ് ഒരു 3 ബുക്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ 3 ബുക്സിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യന്. അപ്പൊ നിങ്ങൾക്ക് ആ 3 ബുക്സിന്റെ പേര് എഴുതാൻ അത്രയും ടൈം എടുക്കുന്നത് കൊണ്ട് ഫോർത്ത് നിന്ന് എഴുതിയാൽ മതി ചാറ്റ് ബോക്സിൽ. ഓക്കെ, സ്റ്റാർട്ടിങ്. അത് പറഞ്ഞാൽ മതിയോ? അത് ടൈപ്പ് ചെയ്യണം. മാം ഇവിടെ ഫോർന്ന് ടൈപ്പ് ചെയ്യണം. ഫോർന്ന് ടൈപ്പ് ചെയ്യണമായിരുന്നു. ടൈപ്പ് ചെയ്യുന്നത് ഇത്ര ഈസി അല്ല. സാറേ ഞാനതല്ല, നമ്മള് ഞാനത് ഫോർത്ത് ആദ്യമേ ഫോർത്ത് എഴുതിണ്ടായിരുന്നു. ഞാന് ആൻസർ എനിക്ക് എഴുതാൻ കഴിഞ്ഞ ബുദ്ധിമുട്ടാവും അറിയാമായിരുന്നു. തവണ റസാഖ് സാർ പറഞ്ഞിരുന്നു, ചാറ്റ് ചെയ്യുന്ന ബോക്സിൽ എഴുതില്ലെന്നുണ്ടെങ്കിൽ യു റൈസ് യുവർ ഹാൻഡ് എന്ന് പറഞ്ഞിരുന്നു. സാറിന്റെ ചാറ്റ് ബോക്സ് വർക്ക് ചെയ്യുന്നില്ല? ചാറ്റ് ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ചാറ്റ് ബോക്സിനകത്ത് ഞാൻ ഇതൊരു നമ്പർ അടിച്ചിട്ട് 3 പ്രാവശ്യം നമ്പർ അടിച്ചിട്ടും ഓക്കെ, ടെക്നിക്കൽ അത് പ്രോബ്ലം ആയിരിക്കും. ടെക്നിക്കൽ പ്രശ്നം അറിയത്തില്ല. ഉണ്ടാവും. ടെക്നിക്കൽ ഇഷ്യൂസ്. അപ്പം ഓക്കെ, പിന്നെ നമുക്ക് ഹാൻഡ് റൈസ് ചെയ്താൽ ചാൻസ് മതി കൊടുക്കാം. അന്നൊന്ന് സാറ് പറഞ്ഞിരുന്നു. പറഞ്ഞോളൂ. അതെ, സാർ സാർ പറഞ്ഞു. പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. How to stop drinking alcohol. Robert Hicks, recovery and freedom from our addiction. Russell Brand and Naked Mind, Control Alcohol. Annie Grace. ആണ് 3 ബുക്കുകൾ. ഓക്കെ ഓക്കെ, അപ്പം ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് 5 ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? അതെ. ഹൗ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആൽക്കഹോൾ എന്ന ബുക്ക് ആരാണ് എഴുതിയത്? എഴുതിയ ആളുടെ പേര് ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് എഴുതണേ, അല്ലെങ്കിൽ ആൻസർ എഴുതിയിട്ടുണ്ട്. സൂസൻ മാം എഴുതിയിട്ടുള്ള. മാം പറയോ? റോബർട്ട് ഹിക്സ്. യെസ്, കറക്റ്റ് ആൻസർ ആണല്ലോ അല്ലേ മാം? കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. അപ്പൊ നമ്മളെ മാക്സ് കോമ്പറ്റീഷന് നമ്മള് ഭംഗിയായിട്ട്
എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ വിജയിയായിട്ട് നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? നമുക്ക് ഓക്കെ, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് ഫജർ നിസ മാമാണ്, സെക്കൻഡ് ഫസീല മാം, തേർഡ് സൂസൻ മാം, ഫോർത്ത് രാജേന്ദ്രൻ സാറ്, ഫിഫ്ത്ത് സൂസൻ മാം. അപ്പൊ 2 ആൻസറായിട്ട് മുമ്പന്തിയിലുള്ളത് സൂസൻ മാമാണ്. നമുക്ക് ഇന്നത്തെ വിജയി ഒന്ന് പ്രഖ്യാപിക്കൂ. വിജയായിട്ട് നമുക്ക് സൂസൻ മാമിനെ നമുക്ക് പ്രഖ്യാപിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. നമ്മളെ ക്വിസ് കോമ്പറ്റീഷൻ വളരെ ഭംഗിയായിട്ടാണ് പങ്കെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. മാമിന് കൺഗ്രാജുലേഷൻ. Thank you so much. Yes. Congratulations. Yes, I'm Susan really ma'am. happy. Yes. You are in my list. I'm also proud. Thank you so much. Yes. You are an encyclopedia. അങ്ങനെയല്ല, ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതേ ഉള്ളൂ. മനോജ് സാർ, നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചും പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് ഫീഡ്ബാക്ക് സാറ് തന്നെ പറയണമെങ്കിൽ സാറിന് പറയാനുണ്ടാവും. കാരണം നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിനെ കുറിച്ചും ഇപ്പൊ ഇത്രയും നേരം പങ്കെടുത്തിട്ട് നമ്മളെ കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളത് സാറിന്റേതായ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ കൊടുക്കുന്നത്. സാറ് സജഷനും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളും സജഷനൊക്കെ ഉണ്ടെങ്കിൽ സാറ് പറയാം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്രയും നല്ല, വളരെ ബ്രോഡായിട്ടുള്ള, വളരെ സിൻസിയർ ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത് സ്വയം നന്നാവാൻ മാത്രമല്ല, മറ്റുള്ളവരെ നന്നാക്കാനും കൂടെ ഉള്ള ഒരു സ്റ്റെപ്പാണ്, ഇതൊരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ കമ്മിറ്റഡ് ആണ്. നിങ്ങളുടെയൊക്കെ ആ എനർജി ഇപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതിലൊട്ടും വീഴ്ച വരുത്തരുതെന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. അത് മാത്രമല്ല, ഈ മദ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ ഉള്ള ക്യാമ്പുകളും കുറെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്രമാത്രം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണം. നമ്മൾ ഈ കഥകളും റീൽസൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, എല്ലാ ദിവസവും കാണാം. പക്ഷെ അതിനെതിരായിട്ട് മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ അതിന് അടിമപ്പെട്ടവരെ രക്ഷിക്കാനായിട്ടോ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തണമെന്ന് മാത്രമേ എനിക്കൊരു അപേക്ഷയുള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർ പോലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും സഹകരിക്കാൻ ഞാനും തയ്യാറാണ്. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു സാർ. താങ്ക് യു ടു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇനിയും നമ്മുടെ സെഷനിലേക്ക് സാറ് വരും, തീർച്ചയായിട്ടും വരും. എന്നാലും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞത് പ്രത്യേകം നന്ദി. ജേക്കബ് സാർ, വേർഡ്സ് ഓഫ് താങ്ക്സ്. സംസാരിക്കുകയാണ്. സോറി. തിരുവല്ല സ്വദേശിയും ഇപ്പോൾ ഖത്തറിലെ നമ്മളെ മാനേജ്മെന്റ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ ജേക്കബ് സാറിനെ നമുക്ക് ഔട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ഷണിക്കാം. താങ്ക് യു റാഷിദ മാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മനോജ് സാർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിങ്ങും എൻഗേജിങ്ങും, എങ്ങനെയൊക്കെ വാക്കുകൾ കൊടുക്കണമെന്ന് അറിയത്തില്ല, എല്ലാരെയും ഇത്രയും നേരം പിടിച്ചിരുത്താൻ പറ്റിയ വളരെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് സാറ് ഞങ്ങളുടെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വന്ന് ഇത്രയും ആൾക്കാരെ ഇത്രയും നേരം പിടിച്ചിരുത്താൻ പറ്റിയതിൽ തന്നെ സാറിനോട് ഒത്തിരി നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇത്. നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പം കുറെ ഇനിഷ്യേറ്റീവ് എടുത്ത് കുറെ കാര്യങ്ങൾ, കുറെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം വേണ്ട ഒരു വിഷയം ഇതാണ്. കാരണം ഒട്ടും കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. ആൾക്കാരുടെ മനസ്സ് വരെ മാറി, തലച്ചോറും മാറി, ചിന്താഗതികളൊക്കെ മാറി, ഒരു രീതിയിൽ നമുക്കൊരു പിടിവള്ളി ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ മക്കളെയൊക്കെ തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ബോധവൽക്കരണമാണ് സാർ തന്നത്. താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ സെഷനായ 10th സെഷൻ ആയിരുന്നു നമ്മുടെ ട്രാൻസ്പയറിന്റെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സാധാരണ നിലയിൽ നിന്ന് കൂടുതൽ ടൈം ഇന്ന് നമ്മൾ സ്പെൻഡ് ചെയ്ത് തന്നെ ഇത്രയും നല്ലൊരു വിഷയമായതുകൊണ്ടും എല്ലാമാണ്. ഇത്രയും നേരം സഹിച്ച് നമ്മുടെ കൂടെ എല്ലാവരും നമ്മൾ ക്ഷമയോടെ ഇരുന്ന് ഞങ്ങളുടെ വലിയ കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയാണ്. സ്പെഷ്യൽ താങ്ക് യു ടു സൂസൻ മാം, നമ്മുടെ ഇന്നത്തെ ക്വിസ് ജയിച്ച മാമിന്. താങ്ക് യു സോ മച്ച് മാം. മാം തിരക്കാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും മാം ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റി മാമിന്. താങ്ക് യു സോ മച്ച്.
താങ്ക് യു. ഐ എം ഓണേർഡ്. താങ്ക് യു. താങ്ക് യു മാം. നമ്മുടെ ടൈം കുറച്ച് നീണ്ടു പോയെങ്കിലും എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നതിന് ഒത്തിരി നന്ദി. ആൻഡ് ഇനി നമുക്ക് വീണ്ടും അടുത്തൊരാഴ്ച മറ്റൊരു നല്ല സെഷനുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ടു എവ്രി വൺ ആൻഡ് ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് Thank നൈറ്റ് you. സാർ. താങ്ക് യു Good ഓൾ. night. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you. Good night. Good night. Abdul Razak sir. താങ്ക് യു. Appo see you Yeah, again thank you. tomorrow morning. And Susan തീർച്ചയായും. ma'am, see you tomorrow. Abdul Razak sir, see you all. Good night. Good night. See ഗുഡ് you soon. നൈറ്റ്. Bye.